ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിലെ കുമളിയിലെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നുള്ള KSRTCയുടെ ഉല്ലാസയാത്രയാണ്. അതായത് ഈ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജിബിൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു യാത്രയെക്കുറിച്ച് എന്നാൽ പിന്നെ പോകാം എന്ന് വിചാരിച്ചത്. കാരണം ഇതിനു മുമ്പ് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് എന്തായാലും ഒന്ന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അവസരത്തിൻ്റെ കൂടി എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഈ യാത്രയിലുണ്ട് കേട്ടോ. ചാലക്കുടി KSRTCയുടെ അംഗവഴിഞ്ഞ സ്വാഗതം. കൈകൂല പായ വീരിച്ച് പായലൊരു പറ നെല്ലുമളന്ന് കാത് കുത്താനപ്പ വരും നിന്റെ മാമാര് പൊന്നോ, നിന്റെ മാമാര് പൊന്നോ. ആ അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് 9:30 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം സമയം 3:30 ഇപ്പം നമ്മൾ കുമളിയിൽ ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഫ്രഷ് ആയിട്ട് ഒരു 4:30-5 മണിയോടുകൂടെ നമ്മുടെ ഇറങ്ങാനാണ് പ്ലാന്. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ വേഗം തന്നെ എല്ലാവരുടെയും കഴിഞ്ഞു. 43 പേര് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ യാത്രയിൽ. അപ്പോൾ വേഗം തന്നെ ഫ്രഷായി നമ്മൾ പുറത്തിറങ്ങി. 6 മണി മുതലാണ് ജീപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ ആ ടിക്കറ്റ് എടുക്കാനും പാസ് എടുക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വലിയൊരു തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കങ്ങനെ ഇവരെല്ലാം സംഘടിപ്പിച്ചത് കൊണ്ട് നമുക്കങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. നമ്മൾ വേഗം തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാര്യം ഒരു വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ പുറപ്പെട്ടിട്ട് കുറച്ച് നേരമായി. പക്ഷേ നമ്മളിങ്ങനെ ലൈനിൽ കിടക്കുകയാണ്. അത്രയും നമ്മുടെ മുന്നിൽ ജീപ്പുകളുണ്ട്, അതിൻ്റെ ഇരട്ടി പുറകിലും ഉണ്ട്. നമ്മൾ ആദ്യം കയറുന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ. ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളവരാണ് മുന്നിൽ കിടക്കുന്ന എല്ലാവരും. നമ്മൾ എപ്പോഴാണ് അവിടെ എത്തുക, പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, ഇതൊക്കെ നമുക്ക് കാണാം. ഏറ്റവും അതിശയം തോന്നിയൊരു കാര്യം 14 കിലോമീറ്ററോളം ഉണ്ട് ഈ മലമുകളിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഇത് ജീപ്പിൽ പോവാം, അതുകൂടാതെ ഇങ്ങനെ നടന്നും പോവാം. എത്രയോ ആളുകൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിളി പോയി. കാരണം ഇത്ര കിലോമീറ്റർ നടക്കാമെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ, പ്രത്യേകിച്ച് വനപാതയിലൂടെ. നമുക്കറിയാം ഇവിടെ മൃഗങ്ങളുള്ള ആനയും കടുവയും അതേപോലെ തന്നെ എന്താ പറയുക കാട്ടുപോത്തും അങ്ങനെ വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ 1 മാസം മുമ്പേ തുടങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. ആ ചെക്കിംഗ് ഒക്കെയാണ് നിങ്ങൾ നേരത്തെ വിഷ്വലിൽ കണ്ടത് കേട്ടോ. പ്ലാസ്റ്റിക് അനുവദിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ വളരെ നല്ല കാര്യം. കാരണം ഇത്രയും അധികം ആളുകൾ ഈ കാടിനുള്ളിൽ പ്രവേശിച്ചാൽ ഒരു പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു യാത്ര എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് നമ്മൾ കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ കവറിടാനും വെള്ളം കുടിക്കാനാണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക് നമ്മൾ ഇടുമല്ലേ. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ 100 ഇരട്ടി ജോലി ഇവിടെ ഈ കാട് വൃത്തിയാക്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ കാനന പാതയിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയുള്ള വിഷ്വലാണ്, എന്തൊരു രസമാണ്. നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതേ കൂടാണ്ട് നമ്മൾ ഇത്രയും വലിയ മരങ്ങളൊക്കെ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പുതിയ കാഴ്ചയാണ്. കാര്യം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം ഇങ്ങനെ കാണാൻ തന്നെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇതൊരു വലിയൊരു അവസരമാണ്. കാര്യം ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഡ്രൈവറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര എനിക്കൊന്നും ഇവിടെ എല്ലാ ഡ്രൈവേഴ്സും, അതായത് എനിക്കൊന്നും ഈ ഇടുക്കി ജില്ലയിലെ എല്ലാ ജീപ്പുകളും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അത്രയും അധികം ആളുകൾ വരുമ്പോൾ അത്രയും ജീപ്പ് വേണ്ടേ. എന്ത് രസം അതിങ്ങനെ പോണത് കാണാൻ തന്നെ അല്ലേ. എന്തായാലും ഒരുപാട്, അതായത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്രയോ ആളുകളാണ് ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. മെഡിക്കൽ, ആംബുലൻസ്, ഫയർഫോഴ്സ്, മിലിറ്ററി, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ളവരുടെ സേവനം ഇവിടെ ഉണ്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം എന്നുള്ളതാണ്. ഇതിപ്പം എന്താണ് ഇവർ കൊണ്ടുപോകുന്നത്, മലമുകളിലേക്കുള്ള സംഭവമാണ്. എനിക്കൊന്ന് ഭക്ഷണം ആവാൻ സാധ്യതയുണ്ട്. കാര്യം തമിഴ്നാടിൻ്റെ ഒരു സ്നേഹമാണ്. അവർ ഇന്നിവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം അവിടെ അറിയാലോ, അവിടെ അതിൻ്റെ മുകളിൽ കടകളോ എന്തെങ്കിലും വാങ്ങിക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോവുകയാണ്.
16 കിലോമീറ്റർ ജീപ്പിൽ ട്രക്ക് ചെയ്ത് ഇവിടെ ഇതിൻ്റെ മുകളിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നല്ല തിരക്ക്. ഇപ്പം സമയം 7 മണിയാണ് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് 5:30 ഇറങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം തിരക്കുണ്ട്. എന്തായാലും നമുക്കിനി പോയേക്കാം. ഈ ഒരു ക്ഷേത്രം ഇന്ന് മാത്രം തുറക്കുന്നു. അതായത് മേടമാസത്തിൽ ചിത്ര പൗർണമി നാളിലാണ് ഇന്ന് തുറക്കുന്നത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 23 പക്ഷെ അടുത്ത വർഷം ഇത് ഏപ്രിൽ 23 ആവാൻ ഒരു ചാൻസും ഇല്ല. നാള് നോക്കിയിട്ടാണ് ഈ ഒരു ദിവസം ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് സൗമ്യ, പ്രസീൻ, പിന്നെ അതുപോലെ നെടിയാൻ. അപ്പോൾ നമ്മളെല്ലാവരും, അതായത് നമ്മുടെ മുന്നേ വന്നിട്ടുള്ളവർ, അവരെ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ. നമ്മൾ ജീപ്പിൽ ഞാൻ പറഞ്ഞല്ലോ 43ഓളം ആളുകൾ നമ്മളുടെ ഈ യാത്രയിലുണ്ട്. ഇപ്പോൾ അതേ വരി നിൽക്കുവാണ് കേട്ടോ. ഞാൻ കണ്ട വീഡിയോയിൽ തിരക്ക് എന്ന് പറയുന്നത് അസാധ്യ തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു തിരക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വരി നിൽക്കുവാണ്. ഇവിടെ ഈ ഒരു നേരം ആയതുകൊണ്ടാണ് വലിയ തിരക്കെന്ന് പറയാനേ ഇല്ല. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ള തിരക്കാണ് ഇത്. ഇനി ഉള്ളിൽ പോയിട്ട് നമുക്ക് എന്താണ് ഈ ക്ഷേത്രം എന്നുള്ളത് കാണാം. പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ട്, ഏകദേശം 1500 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനാണെന്ന് പറയുന്നത്. ശരിക്കും കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ കരിങ്കല്ലിൻ്റെ കട്ടകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വർഷം മുമ്പ് ഈ മലമുകളിൽ എങ്ങനെ ഈ കല്ലുകൾ വന്നു, ഈ കല്ലുകൾ കൊണ്ട് ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാക്കി. അതൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിനുള്ളിലും ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ. തമിഴ്നാട്ടിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വളരെ ഭക്തിയോടുകൂടെ അവരിവിടെ വരുന്നത് നമുക്ക് കാണാം. പിന്നെ പ്രത്യേകതരം പൂജകളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് പൊങ്കാലയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉപപ്രതിഷ്ഠകളുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം കേരളത്തിലുള്ള പൂജാരികളും തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരികളും ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തൊരു ആംബിയൻസാണിത്. ഇത് ശരിക്കും വർഷത്തിൽ ഒരു ദിവസം എന്നുള്ളത് വളരെ നഷ്ടമാണ് കേട്ടോ. കാരണം ഇതങ്ങനെ ആ ഒരു ദിവസം കാണാൻ പറ്റാത്തവർക്ക് അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ. പക്ഷെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ട് രീതിയിൽ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. കുമളിയിൽ നിന്ന് പാസ് എടുത്തിട്ട് ജീപ്പ് വഴി അല്ലെങ്കിൽ നടന്നിട്ട്, അതും അല്ലെങ്കിൽ തേനിയിലെ പഴയമുടിയിൽ നിന്ന് 7 കിലോമീറ്റർ വനപാതയിലൂടെയും ഇങ്ങോട്ട് നടന്നു വരാം. കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ നടന്നു വരുന്ന ആളുകളാണ് കേട്ടോ ഉള്ളത്.
കണ്ടോ, ഇതൊക്കെ ഇവിടേക്ക് നടന്നു വരുന്ന ആളുകളാണ്. ഈ പ്രദേശമാണ്, ഈ ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുക ഈ ജീപ്പ് വഴി വന്നതും ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി എൻ്റെ അമ്മോ ശരിക്കും ഒന്നും പറയാനില്ല. അത്ര മനോഹരമാണ്. ലൈഫിൽ നിങ്ങൾ അടുത്ത വർഷം കണ്ടില്ലേ ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ വരുന്ന വഴിയൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിസ്ക് തന്നെയാണ്. പക്ഷെ അത്രയും ഭംഗിയാണ്. ആ ഭംഗിയിൽ നമ്മൾ ആ റിസ്ക്കും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ മംഗളാദേവി ക്ഷേത്രത്തിൽ ഞങ്ങളുടെ സീനിയർ, അതായത് ഇവിടെ 7 വർഷം വന്നു എന്ന് അവകാശപ്പെടുന്ന ഓമന പേരുള്ള നെടിയൻ ഇതിനെക്കുറിച്ച് പറയും. അങ്ങനെ 7 വർഷത്തിൽ മംഗളാദേവി വന്നു. ഇത് 7ാം വർഷമായിരുന്നു. 7 വർഷം വന്നതിൽ ഈ ഒരു വർഷമാണ് ഈ 6 മണി സമയത്ത് നമുക്ക് വരാൻ പറ്റിയത്. അത് ഈ വർഷം നമ്മൾ KSRTCയിലാണ് ഈ ഒരു യാത്ര മംഗളാദേവിയിലേക്ക് വന്നത്. KSRTCയിൽ നമ്മൾ തലേ ദിവസം തന്നെ പുറപ്പെട്ടു. നേരത്തെ ഇവിടെ എത്തി. KSRTC നമുക്കായിട്ട് ജീപ്പ് ഡയറക്റ്റ് അറേഞ്ച് ചെയ്തിരുന്നു. അതിൽ വന്നതുകൊണ്ട് ഏറ്റവും നേരത്തെ തന്നെ മംഗളാദേവിയിൽ വരാൻ പറ്റി. തിരക്കുകളൊന്നുമില്ലാണ്ട് എല്ലായിടത്തും കയറി നമ്മൾ തൊഴുതു. ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും കണ്ടു മനസ്സിലാക്കി. അപ്പം KSRTCയിൽ വന്നതുകൊണ്ട് ആ ഒരു ഭാഗ്യം ലഭിച്ചു. നടന്ന് ഇതുവരെ വന്നിട്ടില്ല. നടന്നു വരാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. നടന്ന് ഏതായാലും നമ്മൾ വരുന്നില്ല. കാരണം നമുക്ക് നടന്നു വരാൻ പറ്റാത്തത്ര ടാസ്ക് ഉണ്ടോ. വേറൊന്നുമല്ല, ഈ കാട്ടിൽ അട്ടയുണ്ട്, തോട്ടപ്പുഴു. അത് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അലർജിയാണ്. ഇപ്പോഴും ഉണ്ട്. നമ്മൾ ജീപ്പിൽ വരുമ്പോൾ കുറെ ആളുകൾ നടന്നു വരുന്നവരുടെ കാലിൽ പറക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ വേറെ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ കൂടുതൽ വരുന്നതാണല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മലയുടെ മറുസൈഡിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ പഴയ ആളുകൾ ഈ ഉത്സവത്തിന് നടന്നു വരുന്ന നമുക്ക് കാണാം. അതായത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന പോലെ തന്നെ ഇതൊരു ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ്. ആ സൈഡിൽ നിന്ന് തമിഴ്നാട്ടിൽ നടന്നു വരും, ഈ സൈഡിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ളവർ നടന്നു വരും. നമുക്ക് എന്താ പറയുക, നമ്മുടെ കൂടെ വന്നിട്ടില്ല, ഡോറയുടെ പ്രയാണത്തിനൊപ്പം കൂടെ വന്നിട്ടില്ല നമ്മുടെ സൗമ്യയാണ്. സൗമ്യ എങ്ങനെയുണ്ട്? വന്ന് കണ്ടിഷ്ടപ്പെട്ട എന്താണ് പറയുക, അഭിപ്രായം പറയും? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ശാരി പെട്ടെന്നാണ് അങ്ങനെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു ട്രിപ്പിന് പോയാലോ, എന്താണ് സൗമ്യയുടെ വൈബ് അറിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് മാത്രമല്ല, വളരെ വളരെ മനോഹരമായിട്ടുള്ള ട്രിപ്പ്. ഓഫ് റോഡ് റൈഡാണെങ്കിലും ട്രാവലാണെങ്കിലും അമ്പലത്തിൻ്റെ ഒരു രീതിയാണെങ്കിലും അവിടുത്തെ കൾച്ചർ രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. താങ്ക്സ് ടു ശാരി. അതെ, അതല്ല പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ കണ്ട് അല്ലെങ്കിൽ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് വരാൻ പറ്റില്ല അല്ലേ? വർഷത്തിൽ ഒരിക്കൽ മാത്രം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ അതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടെ പരിപാടികളുണ്ട്. ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് കഴിക്കണം. ഇത് തമിഴ്നാടിൻ്റെ ഒരു സ്നേഹം. അവർ ഇവിടെ രാവിലെ മുതൽ, ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നത് 8 മണിക്കാണ് കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ എത്തിച്ച് ഈ ഭക്ഷണം എത്തിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇത് വൈകുന്നേരം വരെ ഇവിടെ തുടരും. ഇപ്പോഴും ആളുകളൊന്നും ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളവരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പൂജ, അവരുടെ ചടങ്ങുകൾ അങ്ങനെ ഒന്നും കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല. കാര്യം അത്ര സമയം ആയിട്ടുള്ളൂ, ഇപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ആളുകൾ. അപ്പോൾ അത് ഞാൻ കഴിച്ചു നോക്കുകയാണ് കേട്ടോ. പുളിസാദമാണ് കേട്ടോ ഇത്, തമിഴ്നാടിൻ്റെ പുളിസാദം. ആ ഒരു കറിയും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പുളിസാദം എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സംഗതി ഒന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രായത്തിലുള്ളവരുമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അതൊക്കെ അവരുടെ ഒരു ശീലമായിരിക്കും. അതായത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷം ഇത് ഇങ്ങനെ നടന്നു തൊഴുത് വരുന്നവരും അങ്ങനെയുള്ളവരും ഉണ്ടാവാം. എന്തായാലും ഓരോ വർഷം ചെല്ലുന്തോറും ഏതൊരു പുതിയ സ്ഥലത്തും ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എന്താ പറയുക, ഒരു പകുതി കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലൂടെ വീഡിയോ, ഇപ്പം ഞാനും ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞതും കണ്ടതും ഒക്കെ ആദ്യമായിട്ട് വീഡിയോയിലൂടെ തന്നെയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ വർഷവും പുതിയ കാഴ്ചക്കാരും പുതിയ ആളുകളുമൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എന്തോരം ആളുകൾ, അവരൊക്കെ കണ്ടോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരണോ, പൂജയ്ക്കുള്ള സംഗതികളൊക്കെയാണ് കൊണ്ടുവരുന്നത്. കണ്ടോ, അതെ, ഇത് എന്താണ് അതിന് പറയുക, കുഞ്ഞു കുട്ടികളൊക്കെ. ഇവിടെ കുറേ ആഘോഷങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ഫുൾ കാണാൻ ഇവിടെ നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്കെന്തായാലും നല്ലൊരു ക്ലൈമറ്റിൽ നന്നായിട്ട് തൊഴാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം.